യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഈ മാസത്തിൻ്റെ, ഈ ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന്. ഇന്നൊത്തിരി പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ആയിരിക്കുന്നൊരു ദിവസമാണ്, സമയമാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഈ മാസം 28-ാം തീയതി മുതൽ നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണല്ലോ. അതൊരനുഗ്രഹമാണ്. കാരണം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇടപെടും, ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി ഇടപെടും, ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ദൈവീക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ? അവർക്ക് വേണ്ടി ഈ വെള്ളിയാഴ്ച ദിവസം ആദ്യം പ്രാർത്ഥിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ദൈവവചനം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, ദൈവികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ പ്രിയപ്പെട്ടവരിലോ ബന്ധുമിത്രാദികളിലോ ഉണ്ടോ? അവരെ ഇന്നാദ്യം അവരെ ഓർത്ത് അവരുടെ പേരുകൾ പറഞ്ഞ്, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ടിയാണ്. അവർ ദൈവത്തിൽ നിന്ന് അകലെയാണ്, എല്ലാത്തിനും അവർ വിമർശിക്കും, കുറ്റം പറയും. ഞങ്ങളോടും അവർ ദേഷ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിന്, വചനം കേൾക്കുന്നതിന് വേറെ പണിയൊന്നുമില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് എന്ത് കിട്ടി, എന്ത് ഗുണം കിട്ടി, എന്ത് പ്രയോജനമാണ് ഉണ്ടായേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വഴക്കു പറയുന്നവരുണ്ട്, ദേഷ്യപ്പെടുന്നവരുണ്ട്, പിണങ്ങുന്നവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇതിനെ വെറുക്കുന്നവരുണ്ട്. അവരെ നമുക്കെന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൽ അവരെ കണ്ടുകൊണ്ട്, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വ്യക്തിക്ക് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി, ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയുടെ കുറവിനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നികത്തുന്നു. അവരുടെ പ്രാർത്ഥനാക്കുറവിനെ, വിശ്വാസക്കുറവിനെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, ഞങ്ങൾ വിശ്വാസത്തിലൂടെ, ദൈവവചനം കേൾക്കുന്നതിലൂടെ, ആരാധിക്കുന്നതിലൂടെ ഞങ്ങൾ ആ കുറവിനെ നികത്തുകയാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സൗലിനെ തൊട്ട അതേ കൈകൊണ്ട്, അങ്ങയുടെ അതേ കരം ഈ മകനെ, ഈ മകളെ അങ്ങ് തൊടണമേ. സൗൽ പൗലോസായി മാറി ഒരു വലിയ മാറ്റം അവിടെ നടന്നതുപോലെ ഒരു മാറ്റം സംഭവിക്കണമേ. ആമേൻ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെടുക്കാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. ഇത് ത്യാഗത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാണ്. ഞാൻ വായിക്കാം. 20-ാം അധ്യായം 2-ാമത്തെ വാക്യം. കർത്താവ് ആമോസിൻ്റെ പുത്രനായ യെശയ്യായോട് അരുളി ചെയ്തു. ആരോട്? കർത്താവ് ആമോസിൻ്റെ മകനായ യെശയ്യായോട് അരുളി ചെയ്തു. എന്താ പറഞ്ഞത്? നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. അന്നും ഉണ്ടായിരുന്നു ചെരുപ്പൊക്കെ, അത് അഴിച്ചു കളയാൻ പറഞ്ഞു. ഒരു ത്യാഗമെടുക്കാൻ ആവശ്യപ്പെട്ടു. അഴിച്ചു കളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. എത്ര നാൾ? 3 വർഷം. 3-ാമത്തെ വാക്യം. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ദാസനായ യെശയ്യാ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാദുകനുമായി നടന്നതുപോലെ. അപ്പോൾ 3 വർഷം നഗ്നനായും നിഷ്പാദുകനായി ചെരുപ്പിടാതെയും നടന്നുവെന്ന്. ഞാനിത് പറയുന്നത് നിങ്ങൾ വസ്ത്രം മാറ്റാനോ അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കാനോ ഒന്നുമല്ല.
ഒരു ത്യാഗമെടുത്ത് യേശയ്യ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരു ത്യാഗമെടുത്ത് 3 വർഷം ചെരുപ്പിടാതെ നടന്നു. നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഉപവാസം എടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഒരു നേരം ഉപേക്ഷിക്കുക, ഒരു ചെറിയ ത്യാഗം, വലുതൊന്നുമല്ല. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. 3 വർഷം ചെരുപ്പിടാതെ ഈ പ്രവാചകൻ നടന്നു. ഇനി 26-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ ഹെഡിങ് നോക്കിക്കേ. വിജയഗീതം എന്നെഴുതിയിട്ടുണ്ട്. അപ്പം ത്യാഗത്തിന് വിലയുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾക്ക് പോലും വലിയ റിസൾട്ടുണ്ട്. വിജയഗീതം എന്നെഴുതിയിട്ടുണ്ട് 26-ാം അധ്യായത്തിൻ്റെ ഹെഡിങ്, വിജയത്തിൻ്റെ പാട്ട്. അന്ന് ഞാനിത് വായിക്കാം. 1-ാമത്തെ വാക്യം. അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായൊരു നഗരമുണ്ട്. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. നമുക്ക് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകളെ ഉയർത്തിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകളെ ഉയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവിക സംരക്ഷണത്തിൻ്റെ കോട്ടകളെ, ദൈവാനുഗ്രഹത്തിൻ്റെ നന്മകളെ ദൈവം നമുക്ക് വേണ്ടി ഇതുപോലെ ഉയർത്തിയിരിക്കുന്നു. 2-ാമത്തെ വാക്യം. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. വാതിലുകൾ തുറക്കും. ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വാതിലിനെ, വിടുതലിൻ്റെ വാതിലിനെ, സൗഖ്യത്തിൻ്റെ വാതിലിനെ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. 3-ാമത്തെ വാക്യമോ. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ആരെ? അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ. ആരെയേലുമല്ല, ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. സമാധാനത്തിൻ്റെ തികവിൽ. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ ചെറിയ ചില ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പം അതൊരനുഗ്രഹമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു നേരവേലും ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ മതി, പറ്റും പോലെ മതി, ഒക്കുന്ന പോലെ മതി, നിർബന്ധമില്ല. ഏതായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഇവിടെ വന്നോ ഒക്കെ പ്രാർത്ഥിക്കുന്നവരില്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വർഷം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ദൈവീകമായ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ദൈവം ഇടപെട്ടതിൻ്റെ, ദൈവം പ്രവർത്തിച്ചതിൻ്റെ, ദൈവം എനിക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെയൊക്കെ അടയാളങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ത്യാഗത്തിന് ദൈവസന്നിധിയിൽ എടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾക്ക് പോലും വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. സ്വർഗത്തിലെ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ശുശ്രൂഷകളിൽ ഒന്നാണ് ദൈവവചന ശുശ്രൂഷ. കാരണം വചനം ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ദൈവത്തെ തന്നെയാണ് ദൈവവചനം നാം കൊടുക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരത്തെ കൊണ്ടുവരും. പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. ദൈവിക ഇടപെടലിന് അത് കാരണമാകും. ദൈവത്തിൻ്റെ ഇടപെടൽ അതിനകത്ത് നിന്ന് സംഭവിക്കും. ഭയപ്പെട്ടതുപോലൊന്നും സംഭവിക്കില്ലെന്നേ, പേടിച്ചതുപോലൊന്നും അല്ല വരാൻ പോകുന്നത്.
ഭയപ്പെട്ടൊന്ന് നിരാശപ്പെട്ടും ഡൗൺ ആകണ്ട. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ദൈവം കൈ പിടിച്ച് നടത്തും, കൈ പിടിച്ച് നടത്തും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൈ പിടിച്ച് നടത്തും. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടാകും. ഒരത്ഭുത വിടുതൽ അനുഭവിക്കും. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ അറിയും. പ്രാർത്ഥിച്ച് കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനയുടെ 10 ദിവസത്തിൻ്റെ ഒരു ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും ശക്തിയും ആരോഗ്യവും തരണമേ. ഈ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകണമേ. ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഒരു തലമുറയെ ആത്മീയമായി പണിതുയർത്താനാണ് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവെ, ഈ മാസം ഇവിടെ എഴുതിയിട്ട് എല്ലാ നിയോഗങ്ങളെയും, ആ പേരുകളെയും, കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെയും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നവരെയും, വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെയും, എല്ലാ നിയോഗങ്ങളെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന, നിരാശ സകലതും മാറിപ്പോകട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉയർച്ചയും ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരരുത്. ഈ മാസം മുഴുവൻ വചനം കേൾക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിന് നന്ദി. പ്രിയപ്പെട്ടവരെ, ശനിയാഴ്ചയൊക്കെ ഈ മാസത്തിൻ്റെ അവസാനമാണ്. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പുതിയ മാസത്തിലേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, സംസാരിക്കും, പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇവിടെ ശുശ്രൂഷകൾ ശക്തമായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാം. ശനിയാഴ്ചയാണ്, എനിക്കറിയാം, അവധി ദിവസമാണ്. എങ്കിലും വചനങ്ങൾ കേൾക്കണം, പ്രാർത്ഥിക്കണം. അത് അനുഗ്രഹമാകും. നാളത്തെ ദിവസം കേൾക്കാൻ പോകുന്ന വചനം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും ഒരുമിച്ച് കാണണം. കാണുന്നതുവരെയും വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ആമേൻ.